ചേരുകയാണ്. അഷ്കർ, എന്തൊക്കെയാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, എന്തൊക്കെ മറുപടി പറഞ്ഞു? താനല്ല ഡി മണി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ? സുധി, അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തൻ്റെ പേര് ഡി മണി എന്നല്ല MS മണി എന്നാണ്. MS മണി എന്ന ബാലസുബ്രഹ്മണ്യനാണ് താൻ. പക്ഷേ പോലീസ് തന്നോട് അന്വേഷിച്ച് വന്നത് ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തൻ്റെ പേരിലുള്ള ഒരു ഫോൺ നമ്പർ ബാലമുരുകൻ എന്ന തൻ്റെ സുഹൃത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബാലമുരുകൻ നേരത്തെ SIT നിന്ന് വരുന്ന വിവരം അനുസരിച്ച് ഡി മണി എന്ന ബാലമുരുകൻ എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ MS മണി വ്യക്തമാക്കുന്നത് ഈ ബാലമുരുകൻ എന്നുള്ളത് ഈ MS മണിയുടെ സുഹൃത്താണ് എന്നുള്ളതാണ്. അതല്ലാതെ എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യനാണ്, ബാലമുരുകൻ മറ്റൊരാളാണെന്നും പറയുന്നു. ബാലമുരുകൻ ഉപയോഗിച്ച ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരിലേക്ക് MS മണിയിലേക്ക് അന്വേഷണം വന്നത്. തനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ വിഗ്രഹക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ മണി നൽകിയിരിക്കുന്ന മറുപടി. മാത്രമല്ല തന്നോട് പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചോദിച്ചത്. മാത്രമല്ല ചില ഫോട്ടോസ് കാണിച്ചു തന്നു. ആ ഫോട്ടോസ് കാണിച്ച് ഈ ആളുകളെ അറിയുമോ എന്ന് ചോദിച്ചു. ആ ആളുകളെ ഒന്നും തനിക്ക് അറിയില്ല എന്ന് വ്യക്തമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേസുമായി ബന്ധമില്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരെയും തനിക്ക് അറിയില്ല എന്നുള്ള ഒരു പ്രതികരണം കൂടിയാണ് അദ്ദേഹം റിപ്പോർട്ടറോട് നടത്തുകയും ചെയ്തിരിക്കുന്നത്. താനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനാണ്. അതിനോടൊപ്പം തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള ബാലമുരുകൻ അയാളും ഒരു റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാത്രമാണ് എന്നും പറയുന്നു. താൻ ഇതുവരെ ഗോൾഡ് ബിസിനസ്സോ മറ്റോ ഡയമണ്ട് ബിസിനസ്സുകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ MS മണി നൽകുന്ന മറുപടി. MS മണി എന്നാണ്, തൻ്റെ പേര് ഡി മണിയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനി SITയുടെ ഭാഗത്തു നിന്ന് കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്നതാണോ വിവരങ്ങൾ, അതോ ഈ പറയുന്ന പോലെ നേരത്തെ ബാലമുരുകനും MS മണിയും അല്ലെങ്കിൽ ഡി മണി എന്ന ബാലമുരുകൻ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വാർത്തകൾ അല്ലെങ്കിൽ SITയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇത് ആളുകളാണ്, രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് പക്ഷേ SIT സംഘം തന്നെ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് എന്നതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബാലമുരുകൻ്റെ പങ്ക് എന്താണ് എന്നുള്ളത് കൂടി ഇനി വ്യക്തമാകേണ്ടി വരും. കാരണം ബാലമുരുകനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. ആ ബാലമുരുകൻ ഡി മണിയും ഒന്നാണ് എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് അന്വേഷണം മുന്നോട്ട് പോയതും. അങ്ങനെയെങ്കിൽ ഈ MS മണിയുടെ പേരിലുള്ള പേരിലുള്ള നമ്പർ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ബാലമുരുകൻ ഇതിലുള്ള പങ്ക് എന്താണെന്ന് കൂടി കണ്ടെത്തേണ്ട ഒരു സ്വാഭാവികമായും SIT അടുത്ത ഘട്ടത്തിലേക്ക് ബാലമുരുകനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. എന്തായാലും തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇപ്പോൾ മണി ചെയ്തിരിക്കുന്നത്. ശ്രുതി, അഷ്കർ, ഈ നമ്പർ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഈ സുഹൃത്ത് തന്റെ പേരിലുള്ള നമ്പർ ഉപയോഗിക്കുന്നു. എന്താണ് അക്കാര്യത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നത്? ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് അദ്ദേഹം ഉപയോഗിക്കുന്നു ആ നമ്പർ എന്നാണോ, അതോ അദ്ദേഹത്തിന്റെ പേരിൽ ആ നമ്പർ ഉപയോഗിക്കുന്നു എന്നാണോ? ശ്രുതിയെ നമ്മളെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയതിനും ചില വ്യക്തതക്കുറവുകളുണ്ട്. തൻ്റെ പേരിലുള്ള നമ്പർ ബാലമുരുകൻ ഉപയോഗിക്കുന്നു എന്നാണ്. അത് 2 തവണ അദ്ദേഹം പറഞ്ഞപ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ് മറുപടി നൽകിയത്. പിന്നീട് അവസാനം തർപ്പിച്ച് പറഞ്ഞത് തൻ്റെ പേരിലുള്ള നമ്പർ ബാലമുരുകൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാലമുരുകനെ കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ തനിക്കറിയില്ല, വെറും ഫ്രണ്ട് മാത്രമാണെന്ന് ആദ്യം പറയുന്നു. പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനാണ്, തനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് തങ്ങളുടെ പേരിലുള്ള നമ്പർ ബാലമുരുകൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ആ രീതിയിലുള്ള ഒരു മറുപടി പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ചെയ്യുന്ന ഇടനിലക്കാരൻ തന്നെയാണ് ബാലമുരുകനും, ആ രീതിയിൽ ബന്ധമുണ്ട്, തൻ്റെ സുഹൃത്താണ് എന്ന് സമ്മതിക്കുകയും ചെയ്തത്. അതേസമയം തന്നെ ബാലമുരുകൻ്റെ കൂടി പങ്കിൽ വന്നാൽ മാത്രമേ ഈ പറയുന്ന മണി പറഞ്ഞത് ശരിയാണോ, മണിയുടെ അറിവില്ലാതെ ബാലമുരുകനാണോ ഒരു പക്ഷേ ഈ വിദേശ വ്യവസായി കണ്ടത് ബാലമുരുകനാണോ എന്നുള്ളതൊക്കെ പുറത്ത് വരേണ്ട വിവരം കൂടിയാണ്. എന്തായാലും മണിയുമായുള്ള 2 മണിക്കൂറോളം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. മാത്രമല്ല തന്നോട് ക്ഷമ പറഞ്ഞ് പോലീസ് മടങ്ങിയെന്നാണ് മണി പറയുന്നത്. മാത്രമല്ല തന്നെ ഇനി വിളിപ്പിക്കുകയോ തനിക്ക് നോട്ടീസ് നൽകുകയോ ഹാജരാവാൻ പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ കേസുകളുമായി ഒന്നും തന്നെ തനിക്ക് ബന്ധമില്ല എന്നും മണി പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇനി ബാലമുരുകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കേസിൽ വ്യവസായി കൈമാറിയ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടിയാണ് പോലീസ് അന്വേഷണം, SIT അന്വേഷണം ഈ ദിണ്ടിഗലിലെ ഈ റൂട്ടിലേക്ക് വരെ അല്ലെങ്കിൽ MSRD കെട്ടിടത്തിലേക്ക് വരെ എത്തുന്നത് ആ രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ഈ നമ്പർ ഉപയോഗിച്ചിരുന്ന ബാലമുരുകനെയാണോ SIT സംഘം അന്വേഷിക്കുന്നത് എന്നുകൂടി കണ്ടെത്തേണ്ടത് വരും. അങ്ങനെയെങ്കിൽ ആ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് അല്ലെങ്കിൽ മണി എന്ന പേരിൽ അവിടെ കണ്ടത് ബാലമുരുകനെയാണോ ഇല്ലേ എന്നുള്ള വിവരങ്ങളൊക്കെ ഇനി ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ തന്നെ SIT സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അഷ്കർ, ഇതിൽ ഇനിയിപ്പോൾ വ്യക്തത വരണമെങ്കിൽ SITയിൽ നിന്ന് വിവരം ലഭിക്കണം. SIT എന്താണ് ചോദിച്ചത്, SITക്ക് മറുപടി എന്താണ് ലഭിച്ചത്, ഈ ബാലമുരുകൻ എന്നുള്ള സുഹൃത്താണ് ഇതിന് പിന്നിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഡി മണി അല്ല, താൻ MS മണി എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് ഈ SITയുമായി അവർ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷം അവരുടെ പ്രതികരണം തേടാൻ കഴിഞ്ഞില്ല അല്ലേ?
ശ്രുതി, ഒരു പ്രതികരണം നടത്താതെ SIT സംഘം മടങ്ങുകയാണ് ചെയ്തത്. അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് മാത്രമാണ്. ഇത് ബാലസുബ്രഹ്മണ്യനാണ് എന്നുള്ള കാര്യം, അതായത് മണി എന്ന ബാലസുബ്രഹ്മണ്യനാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ തേടിയിരുന്ന മണി അത് ഇതല്ല, ബാലമുരുകൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് എന്നുള്ളത് പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞതാണോ എന്നുള്ള കൂടി നമുക്ക് കണ്ടെത്തണം. എന്തായാലും ആ നമ്പറുകൾ കേന്ദ്രീകരിച്ച് വ്യവസായി നൽകിയിട്ടുള്ള, വിദേശ വ്യവസായി മൊഴി നൽകിയിട്ടുള്ള നമ്പറുകൾ തെളിവായി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ SIT സംഘത്തിൽ കൈമാറിയിരിക്കുന്നത് ആ നമ്പറുകളാണ്. ആ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്ന മണിയിലേക്കാണെങ്കിലും ബാലമുരുകനിലേക്കാണെങ്കിലും ഒക്കെ തന്നെ പോലീസ് അന്വേഷണം നേടുന്നത്. SIT സംഘത്തിന് അന്വേഷണം